വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ബീഫ് കറി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായി കാണുന്നുണ്ടെങ്കിൽ ദയവായി എന്തിനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമേ നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങത്തൊക്കെ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിന് മുഴുവൻ ഇളക്കി കൊടുക്കാം. കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങത്തൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 മീഡിയം സൈസ് സവോള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഇനി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അടുത്തിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. അടുത്തിട്ട് നമുക്ക് ഇതിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഇതൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓൾറെഡി നമ്മൾ മല്ലിയും മുളകൊക്കെ മൂപ്പിച്ചുകൊണ്ട് ഒരുപാട് നേരിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 8 വിസിൽ വരുന്നതിന് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 വിസിലടിച്ച് ഒരു പ്രഷറൊക്കെ മാറിയ ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. ഇത് നമുക്ക് ഗ്രേവിയുടെ അനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കുറച്ചും കൂടെ സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഫൈനലായിട്ട് നമുക്കിതിൽ കടുക് വറക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ഇതൊന്ന് താളിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയുള്ള ബീഫ് കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.